വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി PMശ്രീയിലെ നിലപാടുകൾ വിശദീകരിക്കുന്നു. തത്സമയം. 1476 കോടി 13 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത്. 1476 കോടി 13 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകുവാൻ പോകുന്നത്. നിലവിൽ കേന്ദ്രം സമഗ്ര ശിക്ഷയ്ക്ക് നൽകാമെന്ന് ധാരണയായിട്ടുള്ളത് 971 കോടി രൂപയാണ് ഇന്നലെ ധാരണയായത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ 40 ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കൃത വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളെയാണിത് നേരിട്ട് ബാധിക്കുന്നത്. 5,61,000 പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇത് ബാധിക്കുകയാണ്. 1,08,000 ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണ, തെറാപ്പി സൗകര്യങ്ങൾ, സഹായ ഉപകരണങ്ങൾ എന്നിവ അത് ആ കുട്ടികളെ ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പാഠപുസ്തകം, പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടെല്ലായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം ബാധിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ഈ PMശ്രീയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു. ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ്. ഇത് സാങ്കേതികം മാത്രമാണ്. ഒന്നാമതായി 2022 ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതി NEP നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. ഫണ്ട് വാങ്ങുമ്പോഴും കേരളം 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ. രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കേന്ദ്ര നയം 30% പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. മൂന്നാമതായി NEP 2020 പറയുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക ശാക്തീകരണം, 100% എൻറോൾമെൻറ്റ്, ത്രിഭാഷാ പദ്ധതി, കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ നാം NEPയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല. അതിൻ്റെ സത്യസ്ഥിതി എന്താണ്? കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് 17 സെക്ഷൻ 4 32 പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. NEP വന്നതിന് ശേഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. മതനിരപേക്ഷത, ശാസ്ത്രചിന്ത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ നടപ്പാക്കിയത്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധവും മുഗളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രമാണ്. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും വീണ്ടും മാറ്റം ഉണ്ടാവുന്നല്ലോ എന്നുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട്. ഫെഡറൽ തത്വങ്ങൾ അടിയറ വച്ചു എന്നുള്ള ചില സംശയങ്ങളുണ്ട്. അത് തെറ്റാണ്. ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. ഡൽഹിയിൽ ചേർന്ന NCERTയുടെ ജനറൽ ബോഡി യോഗത്തിൽ 20 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിമാർ. കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ്. സർക്കാർ സ്ഥാപനങ്ങളെയും പൊതുയിടങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള രാജ്ഭവൻ്റെ നീക്കത്തെ നേരിട്ട് എതിർക്കുകയും ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്ത ചരിത്രം, ഒരു പാരമ്പര്യമാണ് കേരളത്തിന് ഉള്ളത്.
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചും ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തി പ്രഖ്യാപനം മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. ഫണ്ട് തടഞ്ഞു വച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണ്. ആ സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് നാം ചെയ്യുന്നത്. സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകളെല്ലാം പൂട്ടുമെന്ന് പറഞ്ഞൊരു പ്രചരണം നടക്കുന്നു. അതൊന്നും NEP ഞാൻ നോക്കിയാൽ കാണുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല. പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ഒരു സ്കൂൾ അടയ്ക്കാൻ വേണ്ടി വന്നു. എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ തീരുമാനിച്ച് എന്നെയും രാജേഷ് മന്ത്രിയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത് തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ലയിപ്പിക്കുന്ന ഒരു സ്ഥിതിയെ നമ്മുടെ മുന്നിൽ അജണ്ടയില്ല. UDF സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിയിലൂടെ 9 വർഷം കൊണ്ട് 11 ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ പ്രവേശിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ളത്. സ്കൂളുകൾ പൂട്ടാനുള്ളതല്ല, നിലവിലുള്ളവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ സർക്കാർ പണം വിനിയോഗിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ PMC എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ. അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വയ്ക്കണമെന്നില്ല. അത് ഒരു എഗ്രിമെൻറ്റിലും പറഞ്ഞു. എഗ്രിമെൻ്റ് കോപ്പി എൻ്റെ ഉണ്ട്, ഇന്നലെ ഒപ്പുവെച്ചതിൻ്റെ കോപ്പിയുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരാം, അല്ലെങ്കിൽ അതിവിടെ വായിക്കാം. ഞാൻ ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് PM പോഷൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് PM ഉഷ എന്നും പറയുന്നുണ്ട്. നമുക്കത് PM എന്ന് ചേർത്ത് കണ്ടുകൊണ്ട് ഉടനെ തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട, തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. ഇത് വെറും ഒരു സാങ്കേതികം മാത്രമാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. PMC ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടെല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ PMC പ്രോജക്റ്റിൻ്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. PMC പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട, കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല. കാരണം PMC പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചില്ല. ഇവിടെ പ്രശ്നം എന്താ? അതിൻ്റെ പേരിൽ SSK അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. PMC പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല. ഇവിടെ ഈ മറ്റ് വകുപ്പുകളും അവരൊക്കെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് PM ഉഷ എന്ന പേരിൽ 5 വർഷത്തേക്ക് 405 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അവർ 3 ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MOUവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു മാറ്റത്തിനും തയ്യാറാകാതെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച അതേ MOUവിൽ തന്നെ ഒപ്പിട്ട് ഇപ്പോൾ കാശ് വാങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന 873.84 കോടി രൂപ കിട്ടിയതാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. PMC പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. PMC എന്നൊരു പേര് വീടുന്നത് മാത്രമേ ഉള്ളൂ.
സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ, അത് 10 വർഷത്തിനുള്ളിൽ 488.14 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന 10 വർഷത്തിനുള്ളിൽ 41.53 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം 7.55 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. PKVY ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി 77.18. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ 10 വർഷത്തിനുള്ളിൽ 196.144 കോടി. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ 3.76 കോടി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1.7 കോടി. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ്, മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ആരോഗ്യ വകുപ്പിന് ദേശീയ ആരോഗ്യ ദൗത്യം 2018 മെയ് മാസത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾ മുൻഭാഗ ബ്രാൻഡിങ് അടക്കം നമ്മുടെ ഫണ്ട് ഉപയോഗിക്കുന്നു. ആർദ്രം ആയുഷാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സ്കീമിൽപ്പെട്ടതാണ്. അതിൽ MOU ഒന്നും ഒപ്പിട്ടിട്ടില്ല. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. പിന്നെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേണമെങ്കിൽ ഒന്ന് പറയാം. ഇവിടെ ജയപ്രകാശ് ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിൽ ഒരു സ്ഥലത്തും ആ മെമ്മോറണ്ടത്തിൽ അഗ്രിമെൻറ്റിൽ സാധാരണഗതിയിലുള്ള പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ല. അത് പൂർണ്ണമായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 2007 NEP-യിൽ അതിൽ പേജ് 22-23 പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് SCERTക്ക് തന്നെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില സംശയങ്ങളുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോരെ? ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് കുറച്ച് അല്ല ഉണ്ടല്ലേ? അതായത് കേന്ദ്ര NEP-യുടെ ഭാഗമാണല്ലോ ഈ PM ശ്രീ പദ്ധതി. സ്വാഭാവികമായിട്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു, ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പിറ്റേന്ന് ദിവസം നടപ്പിലാക്കണമെന്നില്ലല്ലോ. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം പിന്നെ നടന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു, നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കേണ്ട, ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റാണി ജോർജ് IAS നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളൊരു സംസ്ഥാന തലത്തിലുള്ളൊരു അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും അക്കാഡമിക് കമ്മിറ്റി ഇതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാം എന്നുള്ള നിലയിലൊരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതിൻ്റെ പേരിലാണ് ആ വർഷം കാശ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നെ കേന്ദ്രമന്ത്രി തന്നെ
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത്. അതിപ്പോൾ എങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ല, അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു മുന്നണിയാകുമ്പോൾ ഒരു മുന്നണി ഇപ്പം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പിന്നെ കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടിരിക്കുന്നു. ഞാൻ സംസ്ഥാനങ്ങളുടെ സമയക്കുറവിലും പേരെടുത്ത് വായിക്കുന്നത് എൻ്റെ ഉണ്ട്. കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പോലെ അല്ല CPM-ഉം പിന്നെ CPI-യും കോൺഗ്രസിനെ പോലെ അല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം നടത്തേണ്ടത് കോൺഗ്രസ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും അവരോടാണ് നടത്തേണ്ടത്. അവിടെയെല്ലാം അവർ ഒപ്പിട്ടിരിക്കുന്നു. അല്ലാതെ LDF-ൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഉപദേശം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ല, ഞങ്ങൾക്ക് പിന്നെ പുറകോട്ട് പോയിട്ടില്ലല്ലോ. കോടതിയിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേരളത്തിന് കിട്ടേണ്ട ടോട്ടൽ കാശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കേസ് കേരള ഗവൺമെൻറ് കൊടുത്തത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായിട്ടില്ല. PMCയിൽ മാത്രം നിങ്ങൾ തൂങ്ങിക്കേണ്ട. ഫണ്ട് വാങ്ങിയിട്ടില്ല തമിഴ്നാട് ഫണ്ട് വാങ്ങിയെന്ന് ആര് പറഞ്ഞ്? ഫണ്ട് വാങ്ങിയെന്ന് ആര് പറഞ്ഞ്? തമിഴ്നാട് പറഞ്ഞെന്ന് വെച്ചാൽ തെറ്റായ ഒരു ധാരണയാണ്. കിട്ടിയിട്ടില്ലെന്ന് പിന്നെ മണിയണ്ട. അതെ, കോടതിയെ സമീപിക്കാൻ ഞാൻ കോടതിയിൽ കേസ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട കാശ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമൺ കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തമിഴ്നാട് നിങ്ങൾ പറഞ്ഞല്ലോ, തമിഴ്നാട് കോടതിയിൽ പോയത് സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളിലെ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കേരളത്തിന് നമുക്കിതും ബാധകമല്ല. അപ്പോൾ PMCയുടെ പ്രശ്നത്തിന് കോടതിയിൽ പോയിട്ടില്ല. കോടതിയിൽ ഒരു കേസിന് പോകാതെ, ഒരു സംസ്ഥാനം കോടതിയിൽ ഒരു വിഷയത്തിന് പോകാതെ പൈസ വാങ്ങി നടക്കം പറയുന്നത് അത്ര ശരിയാണോ എന്നുള്ളവരും സ്വയം തന്നെ പരിശോധിച്ച് നോക്കുക പറഞ്ഞവർ. നമ്മൾ എല്ലാ തന്ത്രവും പരസ്യമാക്കാൻ വേണ്ടി പറ്റുമോ? തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? ഒരു കുഴപ്പമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അതിൽ പറയുന്നു ഞങ്ങൾ നടപ്പാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് NEP ബാധകമാവില്ല എന്ന് പറയും? NEP-യിൽ പറയുന്ന കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ. പരിപൂർണമാണെന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കും എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഏതാ? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കരിക്കുലം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് NEP-യെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന കരിക്കുലം.
ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം PM ശ്രീ സ്കൂളിൽ നടപ്പാക്കണമെന്ന് കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ നമ്മുടെ എഴുതി വെച്ചിരിക്കുന്ന അല്ലാതെ എന്താ പറയാ ആണ്. 19-ാം പേജിലെ അല്ലേ ചാപ്റ്റർ കരിക്കുലം എന്ന് പറയുന്ന പേജിൽ, അതായത് 19-ാമത്തെ പേജിൽ PM ശ്രീ പാർട്ട് 1 19-ാമത്തെ പേജിലെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഈ പറയുന്നത് അല്ലേ. അതിൽ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണ് നാഷണൽ ഓർ / സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ NEP എന്നല്ല പറയുന്നത്, NCERT എന്നായിരിക്കും പറയുന്നത്. അതെ, ഈ നമ്മൾ പറയുന്നത് ഒരു മിനിറ്റ് SCERT നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്ത് KCF 23 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിച്ചതാണ്. അതനുസരിച്ചാണ് പാഠ്യപദ്ധതി റിവിഷൻ ഇവിടെ വരുത്തിയിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ ഇവിടെ പാഠപുസ്തകം ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ പറയുന്ന മാതിരി അങ്ങനെ ഒരു കടുത്ത ഇൻസിസ്റ്റൻസ് ഇല്ല അതിൽ. വളരെ കൃത്യമായിട്ട് ഇന്നലെയും പറഞ്ഞോട്ടെ അവര് ഡയറക്ടർ ഒന്ന് പറഞ്ഞോട്ടെ. NEP ബാധകമാകുന്നില്ല എന്നാണ് അല്ലെന്ന് പറഞ്ഞത്. എൻറ്റയർറ്റി എന്നുള്ള വാക്കാണ് ഈ പറയുന്നത്. ആ എൻറ്റയർറ്റിയിൽ അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊവിഷനും നമ്മൾ ഒന്ന് കേക്ക് ഒരു സെക്കൻഡ്. PM ശ്രീ സ്കൂൾ ഇതെല്ലാവർക്കും ഉണ്ടാവും, കയ്യിൽ ഉണ്ടാവും. അതിന്റെ 19-ാമത്തെ പേജിലുള്ള കാര്യമാണ് സുപ്രിയ മാഡം പറയുന്നത് കേൾക്കണം. കരിക്കുലം ഇൻ PM ശ്രീ സ്കൂൾ ഷാൽ ഫോളോ ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് / സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ സ്ട്രക്ചർ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള KCF 2023 നമ്മൾ രൂപീകരിക്കുമ്പോൾ ദേശീയ തലത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ സുഹൃത്തെ. ഞാൻ ഒരു കാര്യം പറയാം. NEP അംഗീകരിക്കുന്നതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവരെ ആ നിലപാട് നിൽക്കണമെന്നില്ല. കാലഘട്ടത്തിന് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്ന്. ഇപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് NEPയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, NEPയുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിൻ്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നാലും അതിലൊക്കെ തന്നെ ഈ നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടി വരും നമുക്ക്. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ, ലോകബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല. ഞങ്ങൾ അത് നാട്ടിലെയും രാജ്യത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതല്ലാതെ എല്ലാ കാലത്തും ഒരു NEPയിൽ പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ PM ശ്രീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ്? തമിഴ്നാട് വിട്ടേക്ക്. അത് വാങ്ങട്ടെ തന്നെ, അത് നന്നായിരിക്കട്ടെ. അത് പറഞ്ഞല്ലോ ഓൾറെഡി. അത് RTE നോംസിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ആണ്. പ്രൈവറ്റ് സ്കൂൾസിൽ ഈ പുവർ ചിൽഡ്രന് റിസർവേഷൻ ഉള്ള കാര്യത്തിലാണ് അവർ പൈസ വാങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ അത് ആവശ്യമില്ല. എല്ലാ സ്ഥലത്തിലും ആവശ്യമായ ഗവൺമെന്റ് സ്കൂൾ ഉള്ളത്. ആ RTE കാര്യം കേരളത്തിൽ നടപ്പിലാക്കേണ്ട ആവശ്യം പോലും ഇല്ല. തമിഴ്നാട് റീഇംബേഴ്സ്മെന്റ് വാങ്ങിയത് RTEയുടെ റീഇംബേഴ്സ്മെന്റ് ആണ്. അതാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ സംസ്ഥാനം അവർ വാങ്ങിയ ഏത് രൂപത്തിലാണ് കിട്ടിയത്? പിന്നെന്താ? ഞാൻ പറഞ്ഞല്ലോ,
നിങ്ങൾ ആഗ്രഹിക്കുന്ന കേരളം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് സുപ്രീം കോടതി പോയില്ലെന്നുള്ളതാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മന്ത്രിസഭയും തീരുമാനിച്ചിട്ടുള്ളത് പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു കേസായിട്ട് പോയാൽ മതി തീരുമാനിച്ചു. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമൊന്നുമില്ല. മന്ത്രിസഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ എതിർപ്പ് വരും? അത് പുതിയ കാര്യമല്ലല്ലോ അത്. മുന്നണിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അത് ബിനോയ് വിശ്വം പിന്നെ പറഞ്ഞത് ശരിയായിരിക്കും ചിലപ്പോൾ. അല്ല, ചർച്ച ചെയ്തതെന്ന് നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞ മട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിനോയ് വിശ്വം മുന്നണിയിൽ ചർച്ച ചെയ്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. എങ്ങനെ ഞാൻ അതിൻ്റെ ഞാൻ ഇപ്പം പറഞ്ഞ കേൾക്കാദ്യം ഇങ്ങനെ ഇരുന്ന് ബോളുണ്ടാക്കിയ എങ്ങനെ? LDFിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാനില്ല, അതുകൊണ്ട് LDFിൽ ചർച്ച ചെയ്തല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ചോദിച്ചല്ലോ, ഇവിടെ NEPയുടെ കാര്യം പറയുന്നത് അതേ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളതിൽ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരുമെന്ന്. സർക്കാരിന് അതെല്ലാം ഒരു നയമാറ്റമാണ്. അല്ലല്ല അങ്ങനെയല്ലോ. അല്ല, ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? അത് സർക്കാർ സമ്മതിച്ചല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. ഈ NEPയിൽ എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEPയിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു. ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, എൻ്റെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു, ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില പിന്നെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതിൽ അവർ വന്നിട്ടില്ല. തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാശ് നഷ്ടപ്പെടാതിരിക്കുകയും LDFിൻ്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് പിന്നെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തുടർന്ന് വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. അവർ ABPക്കാർ എൻ്റെ വീട്ടിൽ വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? അല്ല, എല്ലാ കാര്യവും എല്ലാവരും യോജിക്കണമെന്നില്ലല്ലോ. നമ്മളതിന് നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് AISFന് സമരം ചെയ്യുന്ന എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇതിനെ പറയാൻ എന്ത് ചെയ്യുന്നു? കേരളത്തിൽ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് PM ശ്രീ സ്കൂൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിക്കും, അപ്പോൾ ആലോചിക്കാം. അല്ല, ഇല്ല. SCRT ആണ്, NCRT അല്ല. SCRT ഇതല്ലേ NEPയിലല്ലേ വായിക്കുന്നത്? അതിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ്സ് വിൽ പ്രിപ്പയർ ദെയർ ഓൺ curricula which may be based on the NCFSC prepared by NCRT to the extent possible, and prepare textbooks which may be based on the NCRT textbook materials to the extent possible. States will prepare based on NCRT to the extent possible. To the extent possible. ശരിയാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. extent possible എന്നൊരു വാക്ക് ഉണ്ടല്ലോ, to the extent possible എന്നുണ്ടല്ലോ. ആൻഡ് വൺ മോർ തിങ് ഞാൻ അഗൈൻ പറയാം. നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് ഒന്നുകൂടി പറയാം. PM ഉഷ ഹയർ എഡ്യൂക്കേഷനുടെ MOU ഒപ്പിട്ടിട്ടുണ്ട്.
അതിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ഓഫ് ദ PM ഉഷ പ്ലാൻ വിത്തിൻ ദ ഗൈഡ് ലൈൻസ് ആൻഡ് നോംസ് ഓഫ് ദ സ്കീം ഇൻ ദ ലൈറ്റ് ഓഫ് ദ NEP 2020 ഉണ്ട്. നമ്മൾ അത് നടപ്പിലാക്കി നമ്മളുടെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസവും വാങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ആശങ്ക ആവശ്യമില്ല. അത് ഒന്നും കൂടി ആവർത്തിക്കാം. യെസ്, ഇനിയിപ്പോൾ നമുക്ക് ഇരിക്കാം. ഞാനത് പറഞ്ഞല്ലോ, പണിയണ്ട. വീണ്ടും നമ്മൾ ആവർത്തി ചോദിക്കുന്നത് ശരിയല്ലോ. ഏതാ? അല്ല, അതെൻ്റെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സാംസ്കാരിക നേതാക്കന്മാരുണ്ട്. ബിനോയ് വിശ്വത്തിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളും എന്ന് പറഞ്ഞില്ലല്ലേ ഞാൻ. നിലപാട് മാറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ NEPയുടെ A to Z വരെയുള്ള കാര്യങ്ങൾ നിലപാട് മാറ്റി നടത്തമുണ്ടോ? അതെ അതെ, ഒരാൾ സംസാരിക്കല്ലേന്ന് അങ്ങനെ നമ്മൾ ഒരു എപ്പോഴും ഒരു എണീറ്റ് നിന്ന് എങ്ങനെയാണ് ശരിയാവുന്ന? മണിയണ്ണെ പോലുള്ള ഒരു സീനിയർ ആളാണ് സംസാരിക്കുക. വളരെ മോശമല്ലേ? പൊതുജനങ്ങൾക്കൊന്നും ഒരു സംശയത്തിൻ്റെ പ്രശ്നമില്ല. അവരെ വിശദീകരിക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഇത് ഇലക്ഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളെക്കാൾ വലിയ ഉത്കണ്ഠ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. മാതൃഭൂമിക്ക് വലിയ ഉത്കണ്ഠ അതൊന്നും ഒരു പ്രശ്നമല്ല. മണിയുണ്ട, നമുക്ക് ഒരുമിച്ച് നിന്ന് അങ്ങ് ഇലക്ഷനൊക്കെ അല്ല. അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? പറയട്ടെ ഒന്നുകൂടെ ചോദ്യം. അല്ല, അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ഒപ്പിട്ടിരിക്കുന്ന NEP ആണല്ലോ. ആ പറഞ്ഞിട്ടേ പറഞ്ഞ് തീർക്കാൻ സമയം. NEP നടപ്പിലാക്കും എന്നുള്ളതാണല്ലോ ഒപ്പിട്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞത് NEP നടപ്പിലാക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സംസ്കാരവും വിദ്യാഭ്യാസ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊക്കെ ഉണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒപ്പിട്ടേക്ക് ശരി തന്നെ. അല്ല, നിങ്ങൾക്ക് അത് അപ്പോഴും പറഞ്ഞ് നമ്മൾ അനുഭവിച്ചോളാം, കുഴപ്പമില്ല. ഇല്ലേ? ഉറപ്പാണോ?